നമസ്കാരം. ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും നല്ല രീതിയിൽ കഥ പറയുന്ന സംവിധായകൻ, പകരം വയ്ക്കാനില്ലാത്ത നടൻ, ഇവർ രണ്ടുപേരുമാണ് ഇന്ന് നമ്മളോടൊപ്പം. വെൽക്കം ടു ദ ഷോ. നമ്മൾ ജിത്തുവേട്ടനെ സംബന്ധിച്ച് ഒരു സംവിധായകൻ, ജിത്തു ജോസഫ് എന്ന സംവിധായകനിൽ നിന്ന് പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന നല്ല രീതിയിൽ കഥ പറയുന്ന ഒരു സംവിധായകൻ. എങ്ങനെയാണ് ഓരോ കഥയും ഓരോ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു സീക്രട്ട് എന്താണ്? സീക്രട്ട് ഉണ്ടേ തന്നെ ഞാൻ പറയല്ല, കാരണം അതെൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. സീക്രട്ട് ഒന്നും ഇല്ലെന്നേ. നമ്മളൊരു കഥയെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനൊരു രീതി ഉണ്ടാവും. കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ ഒത്തിരി സിനിമകൾ കാണുകയും അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് ഡയറക്ഷൻ പഠിച്ചത് പോലും ഞാൻ അങ്ങനെയാണെന്ന് വേണേൽ പറയാം. അപ്പോൾ അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് ഒരിക്കൽ ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരുന്നപ്പം അന്ന് ശേഖർ കപൂറിനെ മഹേഷ് ഭട്ട് ഇൻ്റർവ്യൂ ആണ്. അവസാനം എൻ്റെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് മഹേഷ് ഭട്ട് ചോദിച്ചു, ഡു യു ഹാവ് എനി മെസ്സേജ് ഫോർ ബഡിങ് ഡയറക്ടേഴ്സ്? അപ്പം ഇഫ് യു വാണ്ട്, അപ്പോൾ ശേഖർ കപൂർ പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ബി എ സക്സസ്ഫുൾ ഡയറക്ടർ, ഗോ അഗൈൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദി ഇൻഡസ്ട്രി. അപ്പം അന്ന് ഞാനിങ്ങനെ ഓർത്തു, കാരണം ഞാനൊക്കെ സിനിമ കാണുമ്പോൾ ഓർക്കുന്നുണ്ട് ഒരു പാറ്റേണിലൊരു സിനിമ സക്സസ് ആയാലും പിന്നെ എല്ലാ ഡയറക്ടേഴ്സും ആ പാറ്റേൺ ചെയ്യുക, അതേ കൈൻഡ് ഓഫ് മേക്കിങ് ചെയ്യുക, ഈ പറഞ്ഞ അങ്ങനത്തെ ഷോട്ടുകൾ വെക്കുക. പക്ഷെ ചില സബ്ജക്റ്റിന് അത് വർക്കൗട്ട് ആവില്ല, എന്നിട്ടും അതങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് എനിക്ക് എന്തോ ഇതിങ്ങനെയാണോ അല്ലെ, ഒരു അഭിപ്രായ വ്യത്യാസം. ഒരു പ്രേക്ഷകനായിട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ അല്ലല്ലോ എന്നൊക്കെ ഒരു തോന്നലുകളും, അപ്പോൾ എന്തെങ്കിലും ഞാൻ ഇതാകുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റി ചെയ്ത് നോക്കണം എന്നൊക്കെ അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളിലൂടെയാണ് ഞാൻ സിനിമ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ സിനിമ, ഓരോ കഥ എടുക്കുമ്പോൾ അതിനൊരു കഥ പറയുന്ന രീതി, അതിൻ്റെ ഷോട്ടുകൾ വെക്കേണ്ട രീതി. ഇപ്പോൾ ഉദാഹരണത്തിന് മെമ്മറീസ്, ഇപ്പോൾ രാജുവിൻ്റെ പ്രൊജക്റ്റ് തന്നെ ഞാൻ പറയാം. മെമ്മറീസ് എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ സുജിത്ത ക്യാമറ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കാർമേഘം മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ ലൈറ്റ്. കാരണം ഇയാളുടെ ലൈഫ് അതാണ്, ഇയാളുടെ ലൈഫ് ബ്രൈറ്റ് അല്ല. അപ്പം ഫസ്റ്റ് ഹാഫിലും അത് തന്നെ ദൃശ്യത്തിലും കുറച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തളർന്ന കിടക്കുന്നത് രണ്ട് പടത്തിലും. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റും അതിൻ്റെ ഒരു ഷോട്ടിൻ്റെ സ്പീഡും കാര്യങ്ങളും. ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലും അല്ലെങ്കിൽ കഥയുടെ ഒരു ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പേസ് മാറും. അപ്പോൾ കട്ടിങ് പാറ്റേൺ മാറും, ഷോട്ടുകളുടെ പാറ്റേൺ, അങ്ങനെയൊക്കെ വേണം എന്നൊക്കെ ഒരു എല്ലാം ഒന്നും 100% നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മലയാള സിനിമ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്, ഇതുണ്ട്, കുറച്ചൊക്കെ കോംപ്രമൈസ് വേണ്ടി വരും. എങ്കിലും ഞാൻ അങ്ങനെ അതിന് വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഇപ്പം മെമ്മറീസും ദൃശ്യമൊക്കെ തമ്മിലുള്ള വ്യത്യാസം, ദൃശ്യം ഒരു സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് സിനിമയായിരുന്നെങ്കിൽ മെമ്മറീസ് കുറച്ചുകൂടെ സ്ക്രിപ്റ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, മേക്കിങ്ങിനും അതുപോലെ. അപ്പോൾ ഓരോ കഥയെ അതിനനുസരിച്ച് സമീപിക്കുക. അവിടെ ഇപ്പോൾ ഊഴം എത്തി നിൽക്കുന്നു, ഊഴത്തിലും അതിന് അതിൻ്റേതായ ഒരു പ്രസൻറ്റേഷനുണ്ട്, അതിൻ്റേതായ ഒരു അവതരണ ശൈലിയുണ്ട്, അതിലൂടെ പറയണം, അതാണ് നല്ലത് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നാളെ അത് തെറ്റോ ശരിയോ എന്നുള്ളത് സെക്കൻഡറി, അത് എൻ്റെ ശരിയാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ജിത്തുവേട്ടൻ പറഞ്ഞു മെമ്മറീസ് എന്ന് പറയുന്ന പടം നിങ്ങൾ രണ്ടുപേരുടെയും ആദ്യത്തെ കൂട്ടുകെട്ടിൽ വന്ന ആദ്യത്തെ പടമാണ്. ആ പടം വരുമ്പോൾ വലിയ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ പടം ഹിറ്റായി. അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ, ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഊഴം തിയേറ്ററിൽ എത്തുമ്പോൾ എല്ലാ പ്രേക്ഷകരും കുറച്ചുകൂടി അവരുടെ എക്സ്പെക്റ്റേഷൻ ലെവൽ കൂടിയിട്ടുണ്ട്. ആ ഒരു സംഭവത്തിനെ കുറിച്ച് എന്താണ്? മെമ്മറീസ് കാരണം പ്രേക്ഷകർ ഉണ്ടാകുന്ന പ്രതീക്ഷ ഒരു നല്ല സിനിമയായിരിക്കും ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണെങ്കിൽ സന്തോഷം, ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോകണം. പക്ഷെ മെമ്മറീസ് കാരണം ഉണ്ടാകുന്നത് മെമ്മറീസ് പോലൊരു സിനിമയാണെങ്കിൽ, അത്തരം ഒരു പ്രതീക്ഷയാണെങ്കിൽ അത് നിരാശപ്പെടും. കാരണം മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല ഊഴം എന്ന് പറയുന്ന സിനിമ. ഈ രണ്ടും രണ്ട് സ്വഭാവങ്ങളിൽ നിൽക്കുന്ന സിനിമയാണ്. മെമ്മറീസ് പോലെ ഒരു സസ്പെൻസ് ഫാക്ടർ ഒന്നുമുള്ളൊരു സിനിമയല്ല ഊഴം എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം. സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റിൽ ആര് എന്തിനെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമാവും. ഒരു നായകനുണ്ട്, അയാൾ മറ്റൊരു ആൾക്കെതിരെ പ്രതികാരം ചെയ്യുകയാണ്, അതെല്ലാം മനസ്സിലാവും. ഇയാളുടെ ലക്ഷ്യം ഇന്നിടത്തേക്കാണ്, അവിടെ എത്തുക എന്നുള്ളതാണ്, അതും മനസ്സിലാവും. എങ്ങനെ അവിടെ എത്തുന്നു, എങ്ങനെ ഈ പ്രതികാരം ചെയ്യുന്നു എന്നുള്ളതിലാണ് സിനിമയുടെ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ. മേന്മ എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെ എന്ന ചോദ്യം സിനിമയുടെ അവസാന ഷോട്ട് വരെ പ്രസക്തമാണ്. ഐ ലിറ്ററലി മീൻ ദ ലാസ്റ്റ് ഷോട്ട്, അതുവരെ പ്രസക്തമാണ്. അത് ജിത്തുവിൻ്റെ റൈറ്റിങ്ങിൻ്റെ സ്കില്ലും മേക്കിങ്ങിൻ്റെ സ്കില്ലും പിന്നെ ഇതിൻ്റെ നറേറ്റീവിൻ്റെ ഒരു സ്കില്ലുണ്ട്. ഇൻ ദ സെൻസ്, ഊഴം എന്ന് പറയുന്ന സിനിമയുടെ കഥ എന്നോട് പറഞ്ഞ് ഞാനത് കഥ ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എനിക്ക് തരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, സെയിം കഥയാണ്, എൻ്റെ സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. ഞാനത് വായിച്ചിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു, നമ്മളത് ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ജിത്തു
എൻ്റെ അടുത്ത് ഞാൻ നമ്മുടെ സിനിമയുടെ വേറൊരു സ്ക്രിപ്റ്റ് മെയിലിൽ, അപ്പം ഞാൻ വേറൊരു സ്ക്രിപ്റ്റ് എന്ന് കേട്ടപ്പോൾ ഞാൻ മെയിലിൽ ചെയ്യാം, സോഫ്റ്റ് കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മെയിലിലാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ നറേറ്റീവ് വായിക്കുന്നത്. അതേ കഥ കംപ്ലീറ്റ്ലി വേറൊരു സ്റ്റൈൽ ഓഫ് നറേഷനിൽ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഫക്റ്റീവായിട്ട് തോന്നി. ഇപ്പം എന്താ വെച്ചാൽ ഒരു ഓൾമോസ്റ്റ് ഒരു ബ്രെത്ത്ലെസ് സ്പീഡിലാണ് സിനിമ. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ പണ്ട് സൈനിക് സ്കൂളിലൊക്കെ ചിലപ്പോൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോയി വാട്ടർ വർക്ക്സിലെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഡീപ്പ് എൻഡിൽ കൊണ്ടുപോയി ഇടും. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കാണുന്ന ആൾക്ക്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ യു ആർ സ്ട്രെയിറ്റ് ഇൻ ടു ദ തിക്ക് ഓഫ് ദ പ്ലോട്ട്. അതെനിക്കൊരു നല്ല രസമുള്ള ഒരു നറേറ്റീവ് സ്ട്രക്ചറായിട്ട് തോന്നി. അങ്ങനത്തെ സവിശേഷതകളാണ് ഊഴത്തിൽ. ഇതുവരെ നിങ്ങളാരും കേട്ടിട്ടില്ലാത്ത കഥയോ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത സിനിമയൊന്നുമല്ല. പക്ഷേ ത്രൂ ഔട്ട് ദ ഫിലിം നമ്മളിങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്, എന്താണ് നെക്സ്റ്റ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. ഊഴത്തിന്റെ ടാഗ് ലൈനിൽ പറയുന്ന പോലെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. ലൈക്ക് ഐ സെഡ്, ആ ഇൻട്രസ്റ്റ് സിനിമയുടെ അവസാന ഷോട്ട് വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.